ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്കിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ PG പ്രോഗ്രാമിൻ്റെ കോമൺ കോഴ്സായിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി ഇതിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻക്വയറി ആണ്. ഒരു റിസർച്ചിൽ ഫോർമലായിട്ടുള്ളതും ഇൻഫോർമലായിട്ടുള്ളതുമായിട്ടുള്ള ഇൻക്വയറി, അതായത് അന്വേഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഫോർമൽ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് കീപ്പ് ചെയ്യുന്ന ഇൻക്വയറി, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അതിന് വ്യക്തമായ ഒരു സയൻറ്റിഫിക്കൽ വേ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇൻക്വയറിയാണ് ഫോർമൽ ഇൻക്വയറി. എന്നാൽ ഇൻഫോർമൽ ഇൻക്വയറി നമ്മൾ വാക്കുകളിലൂടെയും ഇൻറ്റ്യൂഷൻസ്, നമ്മുടെ തോന്നലുകളിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂട്ടായ്മയുടെ ഒരു സഹായം ആവശ്യമുള്ള ഒരു ഇൻക്വയറിയാണ് ഇൻഫോർമൽ ഇൻക്വയറി. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒരു കഥയിലൂടെ അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ലൂക്കിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ജീസസ് ഒരു കഥ പറയുന്നുണ്ട്. ഒരു ആട്ടിടയൻ തൻ്റെ 100 ആട്ടിൻകുട്ടികളിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ആ ആട്ടിൻകുട്ടിയെ കണ്ടെത്തിയ വിധമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. മറ്റ് 100 ആട്ടിൻകുട്ടികളെയും വിട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആട്ടിൻകുട്ടിയുടെ പിന്നാലെ ഇദ്ദേഹം പോയത് ചില മെത്തേഡ്സ് കീപ്പ് ചെയ്തുകൊണ്ടാണ്. ഫോർമലായിട്ടുള്ള ഒരു ഇൻക്വയറിയാണ് അദ്ദേഹം നടത്തിയത്. ആ ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെട്ട പ്രദേശത്തിൻ്റെയും അപ്പോഴത്തെ വെതർ കണ്ടീഷൻ, അതായത് കാലാവസ്ഥയെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആട്ടിൻകുട്ടി പോയിരിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളെ അസ്യൂം ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആട്ടിൻകുട്ടിയുടെ കാൽപാദങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട്, കാലടിപ്പാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തിയാണ് മെത്തേഡിക്കലിയാണ് അദ്ദേഹം ആ ആട്ടിൻകുട്ടിയെ കണ്ടെത്തുന്നത്. അതേസമയം ആട്ടിടയന്മാരുടെ കൂട്ടായ്മയിൽ, അവരുടെ ഗ്രാമത്തിൽ ഈ വാർത്ത പരക്കുകയും അവർ പരസ്പരം ഈ കഥ പങ്കുവെച്ചുകൊണ്ട് ഈ ആട്ടിൻകുട്ടിയെ കണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും അവരുടെ തോന്നലുകളും ആശങ്കകളും പങ്കുവെച്ചിട്ട് ആ ഒരു ആട്ടിൻകുട്ടിയെ അന്വേഷിക്കാൻ ഇടവരുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഫോർമൽ ഇൻക്വയറിയും 2 ഇൻഫോർമൽ ഇൻക്വയറിയും. മെത്തേഡിക്കലി നടക്കുന്ന ആട്ടിടയൻ്റെ ഫോർമൽ ഇൻക്വയറിയും ആട്ടിടയന്മാരുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ നടന്ന ഇൻഫോർമൽ അന്വേഷണവും ഒരേ സമയം ഈ ആട്ടിൻകുട്ടിയെ കണ്ടെത്താൻ ഇവരെ സഹായിക്കുന്നു. 2 തരത്തിലുള്ള അന്വേഷണങ്ങളും റിസർച്ചിൻ്റെ ഗുണത്തിനാണ് സഹായിച്ചത്. ഇനി ഫോർമൽ ഇൻക്വയറിയുടെയും ഇൻഫോർമൽ ഇൻക്വയറിയുടെയും പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫോർമൽ ഇൻക്വയറി ടെൻഡ്സ് ടു ബി സിസ്റ്റമാറ്റിക്, സ്ട്രക്ചേർഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഇൻ ഇറ്റ്സ് അപ്രോച്ച് ടു ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ജനറേറ്റിംഗ് നോളജ്. ഫോർമൽ ഇൻക്വയറി സിസ്റ്റമാറ്റിക് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ചോദ്യങ്ങളിലും കണ്ടെത്തുന്ന ഉത്തരങ്ങളിലും വ്യക്തതയുണ്ടായിരിക്കും. എന്നാൽ ഇൻഫോർമൽ ഇൻക്വയറി ആകട്ടെ, ഇറ്റ് ഈസ് മോർ സ്പോണ്ടേനിയസ്, ലൂസ്ലി സ്ട്രക്ചേർഡ് ആൻഡ് ഇൻഡക്റ്റീവ് ഇൻ എക്സ്പ്ലോറിംഗ് ഇഷ്യൂസ് ത്രൂ റിഫ്ലക്ഷൻ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇൻഫോർമൽ ഇൻക്വയറി കുറച്ചുകൂടി സ്പോണ്ടേനിയസ് ആണ്. അതുപോലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൂസ്ലി ആണ്, അതായത് ഒരു കൃത്യമായ സ്ട്രക്ചർ ഒന്നുമില്ല, എന്നാൽ ഉത്തരം കണ്ടെത്തുകയും ചെയ്യും. ആൻഡ് ഇൻഡക്റ്റീവ് ആണ്, ഇൻഡക്റ്റീവ് ഇൻ എക്സ്പ്ലോറിംഗ് ഇഷ്യൂസ് ത്രൂ റിഫ്ലക്ഷൻസ് യൂസ് ചെയ്താണ്, നമ്മുടെ തോന്നലുകളിലൂടെയാണ് ഉത്തരം കണ്ടെത്തുന്നത്. ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതുപോലെ അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ നമ്മൾ ഓർത്തു വെക്കുന്ന കാര്യങ്ങൾ റീകോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻഫോർമൽ ഇൻക്വയറി നടത്തുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് റിസർച്ചിലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ആൻസേഴ്സിനെ കുറിച്ചുമാണ്. ക്വസ്റ്റ്യൻസ് ആർ ഫണ്ടമെൻ്റൽ ടു ഇൻക്വയറി ആൻഡ് റിസർച്ച്. ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി നമുക്ക് വേണ്ട കാര്യം. ഒരു റിസർച്ചിൽ നമുക്ക് ആദ്യമായി നമ്മൾ കണ്ടെത്തേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പ്രസക്തി, ആ ചോദ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മുടെ ലോകത്ത് ഇന്നുണ്ടായി കാണുന്ന എല്ലാ ക്രിയേഷൻസിൻ്റെയും ഒരു മൂലകാരണം എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വൈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള ആൻസേഴ്സ് കണ്ടെത്തുന്നതിലൂടെയാണ് ഈ ലോകം ഇത്രയും ഫ്രൂട്ടി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വാല്യൂ ഉണ്ട്.
At the same time, questions require humility because answers are often complex and multi-layered. ഒരു ക്വസ്റ്റ്യന് വ്യാപ്തി കൂടുന്തോറും ആൻസേഴ്സിന് അതിൻ്റേതായ വ്യാപ്തി വർദ്ധിക്കും. അതായത് ആൻസേഴ്സും മൾട്ടി ലെയേർഡായിട്ട് മാറുന്നുണ്ട്. ഏതൊരു ക്വസ്റ്റ്യൻ്റെയും ഇൻക്വയറിക്ക് ശേഷം നമുക്ക് കുറേ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ സർഫസിൻ്റെ ഉള്ളിലേക്ക് ഡിഗപ്പ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയും നല്ലൊരു ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റിയിൽ ഉൾപ്പെടുന്നു. The quality of questions determines whether the inquiry will succeed in creating significant new knowledge. അപ്പോൾ നമ്മുടെ പുതിയ നോളജിൻ്റെ ഒരു ക്വാളിറ്റി എന്നത് നമ്മുടെ ചോദ്യത്തിൻ്റെ ക്വാളിറ്റിയും കൂടി ആസ്പദമാക്കിയിട്ട് ഇരിക്കുന്നു. എഫക്റ്റീവ് ക്വസ്റ്റ്യൻസ് റിക്വയർ ക്വാളിറ്റി, ഫോക്കസ് ആൻഡ് സ്പെസിഫിസിറ്റി. അപ്പോൾ ഒരു എഫക്റ്റീവ് ക്വസ്റ്റ്യൻ എന്താണ് വേണ്ടത്? ക്ലാരിറ്റി, ഫോക്കസ് ആൻഡ് സ്പെസിഫിസിറ്റി. അപ്പോൾ മറ്റാരും മുൻപ് ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമായിരിക്കണം നമ്മുടെ റിസർച്ചിൻ്റെ ചോദ്യമായി വരേണ്ടത്. ഒരു റിസർച്ച് ഗ്യാപ്പിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പുതിയ ചോദ്യങ്ങളെ ഉന്നയിക്കാനായിട്ട്. എന്നാലേ ഒരു പുതിയ നോളജിലേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂ. The research question should be specific and narrowly focused on a particular issue or ടോപ്പിക്. അപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻ എപ്പോഴും എന്തായിരിക്കണം? സ്പെസിഫിക്കും നാരോ റൂട്ടഡുമായിരിക്കണം. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയയുടെ എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് വൈഡായിട്ടുള്ളൊരു ആൻസർ ഉണ്ട്. നമ്മൾ അന്വേഷിച്ച് പോകാൻ ഒരുപാട് മേഖലകളുണ്ട്. അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക എന്താണ്? വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് സോഷ്യൽ മീഡിയ യൂസേജ് ഓൺ ടീനേജ് മെൻ്റൽ ഹെൽത്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി. അവരുടെ മെൻ്റൽ ഹെൽത്തിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ എഫക്റ്റുകൾ ഈ ടീനേജ് ബോയ്സിൽ അല്ലെങ്കിൽ ടീനേജ് കിഡ്സിൽ എന്തൊക്കെയാണ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രം നമുക്കപ്പോൾ അന്വേഷിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ആ ബ്രോഡ് ഏരിയ ഒന്നുകൂടി നാരോ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരം നാരോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ബ്രോഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നാവുക. The question should be relevant to the field of study and have potential real world applications. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും റെലവൻസ് ഉണ്ടായിരിക്കണം. ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു ചോദ്യമായിരിക്കണം. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്ന, ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് സ്ട്രോങ് റിസർച്ച് ക്വസ്റ്റ്യൻസിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ന് നോക്കാം. സ്പെസിഫിക് ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, കോംപ്ലക്സ് ആൻഡ് ആർഗ്യുവബിൾ ആയിരിക്കണം, റിസർച്ചബിൾ ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്പെസിഫിക് ആയിരിക്കണം, വളരെയധികം സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ വ്യക്തമായ ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. ഫീസിബിൾ ആയിരിക്കണം, നമുക്ക് ഈസി ടു ആക്സസ് ആയിരിക്കണം, അതിൻ്റെ ആൻസർ കണ്ടെത്താൻ നമുക്ക് സാധ്യമായിരിക്കണം. ഒറിജിനൽ ആയിരിക്കണം, അതായത് ഫേക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമായിരിക്കണം. റെലവൻസ് ഉണ്ടായിരിക്കണം, സാമൂഹിക പ്രസക്തി ഉണ്ടായിരിക്കണം. കോംപ്ലക്സ് ആൻഡ് ആർഗ്യുവബിൾ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യമായിരിക്കണം. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യമായിരിക്കണം. ആർഗ്യുവബിൾ ആയിരിക്കണം. റിസർച്ചബിൾ ആയിരിക്കണം, അതിനെ ഡിഗപ്പ് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കണം. അല്ലാതെ വെറുതെ കുട്ടികൾ ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. ഫോക്കസ്ഡ് ആയിരിക്കണം, ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം. ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്തായിരിക്കുമെന്ന് നമുക്ക് ഉള്ളിലൊരു ഇൻഡ്യൂഷനെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി മോഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ഓൾസോ മാറ്റേഴ്സ്. അതായത് open-ended questions allow expansive understanding to emerge while closed questions limit the field of inquiry. അപ്പോൾ ഓപ്പൺ-എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ നമുക്ക് ആ ഒരു റിസർച്ച് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ട് പോകും. എന്നാൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണ്? ഫീൽഡ് ഓഫ് ഇൻക്വയറിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻസേഴ്സ് റെപ്രസെൻറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് ഇൻക്വയറി. അപ്പോൾ നമ്മുടെ ഇൻക്വയറിയുടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ആൻസേഴ്സ് ആണ്.
ചുരുക്കി പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് ക്രൂഷ്യൽ ഫോർ മീനിങ് ഇൻക്വയറി വിച്ച് ഈസ് ആൻ ഓപ്പൺ എൻഡഡ് പ്രോസസ് ഓഫ് ഗെയിനിങ് വിസ്ഡം. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി നമ്മുടെ റിസർച്ചിൻ്റെ മീനിങ് ഫുൾനെസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റിൻ്റെ പേര് റിസർച്ച് ഫ്രം എറ്റിമോളജി ടു എക്സിക്യൂഷൻ. റിസർച്ച് എന്ന വേർഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ആൻഡ് റിസർച്ചിൻ്റെ എക്സിക്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഒരു സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.